ചാനൽ ചർച്ചകളിൽ കയറി എന്തും വിളിച്ചു പറയാം എന്ന ബി.ജെ.പി. നേതാക്കളുടെ ധാർഷ്ട്യം ഇതോടെ അവസാനിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് ചാനൽ ചർച്ച ചെയ്തിരുന്ന പരസ്യമായി വെല്ലുവിളിച്ച ബി.ജെ.പി. നേതാവ് ഇതാ അഴിക്കുള്ളിലേക്ക് പോകുന്നു. നേരത്തെയും പലതവണ ബി.ജെ.പി. നേതാക്കൾ രാഹുൽ ഗാന്ധിയെ ചാനൽ ചർച്ചകളിൽ അപമാനിച്ചിട്ടുണ്ട്. അന്നും പോലീസും മറ്റ് സംവിധാനങ്ങളും ഇവർക്കെതിരെ കേസെടുത്തിരുന്നെങ്കിലും നിലവിലെ കേസ് അതീവ സങ്കീർണമാണ്. കാരണം വധിക്കുമെന്ന് പറഞ്ഞിരിക്കുന്നത് ഈ രാജ്യത്തെ പ്രതിപക്ഷ നേതാവിനെയാണ്. അതും ചാനൽ ചർച്ചകളിൽ ഇരുന്ന് പരസ്യമായി വെല്ലുവിളിക്കുമ്പോൾ തെളിവുകൾ തേടി മറ്റെവിടെയും പോകേണ്ടതില്ല. എന്തായാലും നിലവിൽ ബി.ജെ.പി. നേതാവിനെതിരെ കേസെടുത്തിട്ടുണ്ട്. പെരാമംഗലം പോലീസാണ് ബി.ജെ.പി. നേതാവ് പ്രിന്റു മഹാദേവിനെതിരെ കേസെടുത്തത്. കൊലവിളി പ്രസംഗം, കലാപാഹ്വാനം, സമൂഹത്തിൽ വിദ്വേഷം പ്രചരിപ്പിക്കൽ എന്നീ വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്. കെ.എസ്.യു. ജില്ലാ പ്രസിഡന്റ് ഗോകുൽ ഗുരുവായൂർ നൽകിയ പരാതിയിലാണ് പോലീസ് നടപടിയെടുത്തിരിക്കുന്നത്. ചാനൽ ചർച്ചയ്ക്കിടെ രാഹുൽ ഗാന്ധിയുടെ നെഞ്ചത്ത് വെടിയുണ്ട വീഴുമെന്ന് ആയിരുന്നു പ്രിന്റുവിന്റെ പരാമർശം. ബി.ജെ.പി. നേതാവിന്റെ കൈവിട്ട പരാമർശം ദേശീയ തലത്തിൽ തന്നെ ചർച്ചയാക്കുകയാണ് കോൺഗ്രസ്. പ്രത്യയശാസ്ത്ര യുദ്ധത്തിൽ പരാജയപ്പെടുന്നു എന്ന തോന്നലാണ് ബി.ജെ.പി. ആർ.എസ്.എസ്. നേതാക്കളെ കൊണ്ട് രാഹുൽ ഗാന്ധിയെ വധിക്കുമെന്ന് പറയിപ്പിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കായുള്ള ശബ്ദത്തെ അടിച്ചമർത്താൻ ഗൂഢാലോചന നടക്കുകയാണ്. പ്രിന്റു മഹാദേവിനെതിരെ നടപടി ആവശ്യപ്പെട്ട് അമിത്ഷായ്ക്ക് കോൺഗ്രസ് കത്തയക്കുകയും ചെയ്തു. പ്രിന്റു മഹാദേവ് പങ്കെടുക്കുന്ന ചാനൽ ചർച്ചകൾ കോൺഗ്രസ് ബഹിഷ്കരിക്കും എന്നും അറിയിച്ചിട്ടുണ്ട്. പ്രിന്റു മഹാദേവിന്റെ വീട്ടിലേക്ക് കോൺഗ്രസ് പ്രവർത്തകർ ഇന്ന് മാർച്ച് നടത്തി. ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചതോടെ പോലീസ് ജലപീരങ്കി ഉപയോഗിച്ചു. വരും ദിവസങ്ങളിൽ പ്രിന്റുവിനെതിരെ പ്രതിഷേധം എന്നാണ് കോൺഗ്രസ് പ്രഖ്യാപനം. ബീഹാർ തെരഞ്ഞെടുപ്പ് പ്രചാരണ വേളയിൽ പ്രധാനമന്ത്രി മോദിയുടെ അമ്മയ്ക്കെതിരെ കോൺഗ്രസ് അധിക്ഷേപ പരാമർശം നടത്തിയെന്നാണ് ബി.ജെ.പി. ആക്ഷേപം. അതിൽ കേസെടുക്കാൻ വ്യഗ്രത കാട്ടിയ ഈ രാജ്യത്തെ നിയമ സംവിധാനം ഈ ബി.ജെ.പി. നേതാവിനെ എന്ത് ചെയ്യും എന്നറിയുവാനുള്ള ആകാംക്ഷയിലാണ് രാജ്യം. നേരത്തെ പല അവസരങ്ങളിലും രാഹുൽ ഗാന്ധിക്കെതിരെ വർഗീയ പരാമർശങ്ങൾ ബി.ജെ.പി. നേതാക്കൾ നടത്തിയിട്ടുണ്ട്. എന്നിട്ട് പേരിന് പോലും ഒരു കേസ് രജിസ്റ്റർ ചെയ്യാൻ ഈ രാജ്യത്തെ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടില്ല. എന്നാൽ ഏതോ കോൺഗ്രസ് നേതാവ് മോദിയുടെ അമ്മയെ എന്തോ പറഞ്ഞു എന്ന് കാണിച്ച് ബി.ജെ.പി. വടിയെടുക്കുമ്പോൾ അതിനൊപ്പം താളം തുള്ളുകയായിരുന്നു പോലീസ്. രാഹുലിനെ ആക്രമിക്കാൻ വരെ ബി.ജെ.പി. അണികൾ തയ്യാറായത് നമ്മൾ കണ്ടു. ഉത്തർപ്രദേശിൽ പല പരിപാടികൾക്കും എത്തിയ രാഹുൽ ഗാന്ധിയുടെ വാഹന വ്യൂഹത്തിനെതിരെ ബി.ജെ.പി. ആക്രമണം നടത്തിയതിന് രാജ്യം സാക്ഷ്യം വഹിച്ചു. ഇവിടെ അതേ പ്രതിപക്ഷ നേതാവിനെ വെടിവെച്ച് കൊല്ലും എന്ന് ഒരു ബി.ജെ.പി. നേതാവ് പരസ്യമായി ആഹ്വാനം ചെയ്യുമ്പോൾ നിയമ സംവിധാനങ്ങൾ വീണ്ടും നോക്കുകുത്തിയായി നിൽക്കുകയാണ്.